Dear students, which of the following is not contraindicated in breastfeeding? Options: bromocriptine, amiodarone, tetracycline, none of the above. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു മെമ്മറി കോഡ് പറയാം. തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യുക. ബ്രസ്റ്റ് എന്നുള്ളതാണ്. ബ്രസ്റ്റ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം. BREAST എന്നുള്ളതാണ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോമോക്രിപ്റ്റിൻ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്, ബെൻസോഡൈസെപ്പീൻസ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസാട്രിപ്റ്റാൻ എന്ന് പറയുന്ന മെഡിക്കേഷനാണ്. റിസാട്രിപ്റ്റാൻ എന്ന് പറയുന്ന മെഡിക്കേഷൻ സാധാരണ കൊടുക്കുന്നത് മൈഗ്രെയിൻ ആണ്, 5 mg. ദെൻ ഇ എന്ന് പറയുമ്പോൾ എർഗോട്ടാമിൻ എന്ന് പറയുന്ന മെഡിക്കേഷനാണ്. ദെൻ എ എന്ന് പറയുമ്പോൾ അമിയോഡറോൺ, മറക്കരുത്, അമിയോഡറോൺ. ഇതിൽ കൂടുതൽ ആൾക്കാർ അമിയോഡറോൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ഹോർമോൺസ് ആണ്. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെട്രാസൈക്ലിൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ABC ഓപ്ഷൻ ബ്രോമോക്രിപ്റ്റിൻ, അതേപോലെ അമിയോഡറോൺ, ടെട്രാസൈക്ലിൻ, മൂന്നിനും കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്ന ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് നൺ ഓഫ് ദ എബോ എന്ന് പറയുന്ന ഒരു ആൻസറാണ് സെലക്ട് ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങളിൽ ഇതേപോലെ തന്നെ നൺ ഓഫ് ദ എബോ എന്ന് പറയുന്ന ഓപ്ഷന് സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും എല്ലാവരും നോട്ട് ചെയ്യുക. നേരത്തെ ഞാനിത് ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, എങ്കിലും എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.